നമസ്കാരം പ്രജിത്ത്. നമസ്കാരം. എവിടെ സ്ഥലം? സ്ഥലം കാരേറ്റാണ്. ഇപ്പൊ താമസിക്കുന്നത് കാരേറ്റാണ്, വെഞ്ഞാറമൂട് അടുത്ത്. വെഞ്ഞാറമൂട്. ആ, സുരാജിന്റെ വീടിന്റെ അടുത്താണോ? ആ, കുറച്ചടുത്താണ്. പക്ഷെ 10-30 കിലോമീറ്റർ. അത് പറയുമ്പം 8 കിലോമീറ്റർ. നല്ല ഷർട്ട്. താങ്ക് യു. നല്ല ഷൂ. അനിയന്റെ ഷൂ കൊള്ളാം. അനിയന്റെ പാന്റ്. അതുപറ്റി അനിയന്റെ ഷൂ അവ എടുത്തപ്പം സൈസ് ചെറിയ വ്യത്യാസം വന്ന അവ എന്റെ എടുത്തോളാൻ പറഞ്ഞു. എന്താണ് പ്രജിത്ത് ഇവിടെ പെർഫോം ചെയ്യുന്നത്? ഞാന് പക്രുചേട്ടന്റെ ലൈവ് വോയിസും പിന്നെ കുറച്ചു നായികമാർക്ക് വേണ്ടിയിട്ട് സ്പോട്ട് ഡബിംഗ് ആണ്. അത് ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഓ, അടിപൊളി. സ്പോട്ട് ഡബിങ്ങിന് മുമ്പ് വേറെ ചെയ്തിട്ടുള്ളല്ലേ? ചെയ്തിട്ടുണ്ട്. എവിടെ? ആദ്യമായിട്ട് സ്പോട്ട് ഡബിംഗ് ചാനലിൽ ചെയ്യുന്നത് ഞാനാണ്. ഓ, വെരി ഗുഡ്. ശരി, നമുക്കത് കേൾക്കാം അല്ലേ? കേക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്പോട്ട് ഡബിംഗ് കാണാം. തീർച്ചയായും അല്ലേ? നാദിക്കയുടെ അടുത്താണ് നമ്മുടെ സ്പോട്ട്. ഓമനെ ഓമനെ ദേ അപ്പോ മുട്ടക്കറി. ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ, അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നോ? അത് ആൾമയുടെ തലമാരയുടെ പൊക്കത്ത് വെച്ചേക്കുവാ, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു. ആൽബി പോയിട്ട് വരാൻ പറഞ്ഞാ മതി കേട്ടോ. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്കുക. ആണോ? കർത്താവേ ആൽബി, ഓമനെ ഓടിക്കോ. ഓമനെ ഇന്നും കിസ് കിട്ടിയില്ല. ഈശോയെ, പ്ലെയിൻ കിസോ, നാശം പിടിക്കാം. കൊടുത്ത അപ്പോ മുട്ടക്കറി വേസ്റ്റായി. അരുതുരാക്ഷസ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്, കാടിന്റെ മക്കളുടെ കൂട്ടക്കരച്ചിലിൽ കാനനം വിറകൊണ്ട് നിൽപ്പൂ. ഇന്നലെ ഞാനും കുഞ്ഞുനാള് മുതല് ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളവരാ. പക്ഷെ അവളോട് ഒരിക്കലും തോന്നാത്തൊരിഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ള തന്നോട് മാത്രമാണ്. ചന്തു എന്തൊക്കെയാ പറയണേ? ഒരാളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞ ആളാ ഞാൻ. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. അതുപോലെ തന്നെയാ എന്നിരിക്കും. ചന്തുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയാ അത്. ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കരുത്. വീണ്ടും ഒരു ഓണം എത്തുകയാണ്. എന്ത് തോന്നുന്നു? ഓണം എന്ന് പറയുമ്പോ സന്തോഷം തന്നെയാണ് മനസ്സിൽ വരുന്നത്. എന്നെ സംബന്ധിച്ച് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. സിനിമ എന്നൊരു മാധ്യമത്തിലൂടെ അതൊക്കെ സാധിച്ചെന്ന് പറയാം. ഇപ്പോൾ ക്ലാസ്മേറ്റ് എന്നൊരു സിനിമ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സൂപ്പർ. പൊളിച്ചു. താങ്ക് യു. സൂപ്പർ. ഇക്കാസ് എങ്ങനെയുണ്ടായി? പ്രജിത്ത്. പ്രജിത്ത് കൈലാസം. പ്രജിത്ത് കൈലാസം. കൈലാസം എന്താണ് സംഭവം? കൈലാസം സ്ഥലപ്പേരാണ്. കൈലാസം മുക്ക് എന്നിടാൻ പറ്റുക. മുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൈലാസം എന്നാക്കി. കൈലാസം നമ്മുടെ വെഞ്ഞാറമൂട് തന്നെയാണ് കൈലാസം? അല്ല, അത് തട്ടത്തുമലയ്ക്ക്. അവിടെ നിന്ന് ഇപ്പൊ താമസം മാറിയിട്ടാണ് ഇപ്പൊ വെഞ്ഞാറമൂടായത്. ഓ, അങ്ങനെയാ. വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ സ്റ്റാർ ഷോയ്ക്ക്. അപ്പൊ ഒരു ആങ്കർ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. സ്പോട്ട് ഡബിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദീപു നാവായിക്കുളം. പ്രജിത്തിന്റെ കൈലാസം പുള്ളി മറന്നുപോയി. അവസാനം പെട്ടെന്ന് പുള്ളി പ്രജിത്ത് ശിവനെന്ന്. പ്രജിത്തിന്റെ വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജിത്ത് ഇവിടെ ചെയ്തിരുന്ന എല്ലാ ശബ്ദങ്ങളും പെർഫെക്റ്റ് ആണ്. താങ്ക് യു. താങ്ക് യു. അതൊരു ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് 5 ശബ്ദമാണെങ്കിൽ ഈ 5 ശബ്ദം മെനക്ക് വൃത്തിയോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ 15 ശബ്ദം ചെയ്തിട്ട് 10 ചീറ്റി പോകുന്ന ശബ്ദം ചെയ്തിട്ടുള്ള കാര്യം. ഈ 5 മെനക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളരെ എന്താ പറയുക, നമ്മളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്നൊരു പ്രക്രിയ ഉണ്ട് അതിൽ ഒരു ആർട്ടിസ്റ്റിന്. അത്തരത്തിൽ പ്രജിത്തിന് സാധിച്ചു ഞങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട്. താങ്ക് യു. താങ്ക് യു. ഒത്തിരി സന്തോഷം. ജാഫർക്ക, 25 സിനിമ ഓടാത്ത 25 സിനിമയിൽ അഭിനയിച്ചിട്ട് അറിയില്ല. ഓടുന്ന ഒരു സിനിമയിൽ ഒരു പാഷൻ ഷോട്ട് മതി. അറിയോ? അതെ, ആടെ പൊളിയായിരുന്നത്. ഗംഭീരമായി പോലെ അസലായിരുന്നു കേട്ടോ. എല്ലാം
ഇത് ഇത്രയും ഒരെണ്ണത്തിനെങ്കിലും കുറ്റം പറയാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് ഇല്ല, ഇത് നടക്കില്ല. ഇല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു ലൈവ് പെർഫോമൻസ് ഉണ്ട് ഉണ്ട് എന്നാലും ആദ്യമുള്ള കുറ്റം പറയട്ടെ, അത് കഴിഞ്ഞിട്ടില്ല അടുത്ത. അതെ പറയൂ. നമ്മൾ കുറേ ദിവസമല്ലേ അപ്പം അത് കണ്ടപ്പോഴത്തേക്കും നല്ല പെർഫെക്ഷൻ തോന്നി. ആ ഗിന്നസ് പക്രുവിന്റെ ഒക്കെ ശബ്ദം ഉണ്ടല്ലോ, കറക്റ്റ് ആണ്. താങ്ക് യു. പക്രുവൊക്കെ മാത്രമല്ല ബിന്ദു ചേച്ചിയുടെ പ്രസംഗം നവ്യ നായരുടെ ഒക്കെ ശബ്ദമേ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമ്പോഴൊക്കെ കുറച്ച് കൂട്ടി ചെയ്യും. ഇത് എന്നാ പ്രൈത്ത് ഫസ്റ്റ് പറഞ്ഞല്ലോ, സ്പോട്ട് ഡബ് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ പ്രൈത്ത് എന്ന് പറഞ്ഞു. അതെ അത് അതിന് ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ തന്നെ ആയിരിക്കും ചെയ്തത്. അത്ര പെർഫെക്ഷൻ ഉണ്ട് അതിന്റെ ഒരു. അത് ഞാനും എൻ്റെ സുഹൃത്ത് ദീപു നാവായിക്കുളം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ദീപു നാവായക്കുളത്തിനും ഒരു നന്ദി ഇരിക്കട്ടെ ഇവിടെ. അതെ അതെ. എത്രയോ മിമിക്രിക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നു. എത്രയല്ലേ ഇവിടെ ഈ സ്റ്റേജിന് എന്തോരം മിമിക്രി കലാകാരൻ പെർഫോം ചെയ്യുന്നു. കൈലാസത്തിൽ നിന്നൊക്കെ ഒരു മിമിക്രിക്കാരൻ വന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്നതിൽ ഒരു ത്രില്ലുണ്ട്. ലൈവ് എന്താണ്? ലൈവ് പക്രുച്ചേട്ടന്റെ ശബ്ദം തന്നെ ആയിരിക്കാം. ഓക്കെ. എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഡിയർ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഗ്രീൻ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ 3 ഇക്കമാരും ഉണ്ട്. ഹായ്, ബിഗ് ഹായ്. സൂപ്പർ സൂപ്പർ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഈ ഫീമെയിൽ അനൗൺസ്മെന്റ്സും പരസ്യങ്ങളൊക്കെ ഇത് നമ്മുടെ ചെയ്യുമെന്നുള്ളത്. ഉത്സവത്തിന്റെ പരസ്യങ്ങളും അനൗൺസ്മെന്റും അടങ്കലായിട്ട് ചെയ്യും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ ഇലക്ഷൻ ഒക്കെ അനൗൺസ്മെന്റ് പോകൂലേ, ജാഫർക്ക ഇലക്ഷന് നിൽക്കാണ് എന്ന് സങ്കല്പിക്കുക. ഇക്ക എന്നെ ഇടിക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ചിരി കണ്ടപ്പം തോന്നുന്നു ധൈര്യമായിട്ട് ചെയ്യാം. നമ്മൾ എന്തും ഇക്കയിൽ നിന്നാണ് അല്ലെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഇക്കയിൽ നിന്നാണ്. അപ്പൊ ഇക്ക ഇലക്ഷന് നിൽക്കാണ്, സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കി പഞ്ചായത്തിൽ നിൽക്കുന്നു. അപ്പൊ ഇക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണം. ജാഫറിന്റെ ചിഹ്നം കോളാമ്പി. അങ്ങനെയുണ്ട് വെറുതെ. നമ്മുടെ പ്രിയ സാരഥി ജാഫർ ഇടുക്കിയെ കോളാമ്പി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ചിഹ്നം കോളാമ്പി, നമ്മുടെ സാരഥി ഇടുക്കി ജാഫർ. അടിപൊളി. ഇങ്ങനെ സ്റ്റില്ല്. അതെ അതെ, ഇതൊക്കെയാണ് സംഭവം. അല്ലാതെ ഇക്ക വേറെ ഒന്നുമില്ല, അതെല്ലാം മ്യൂസിയത്തിൽ കൊണ്ട് വെച്ചത് പഴയ സൗണ്ടുകളാണ്. ശരി, ഉഗ്രനായിരുന്നു, തകർത്തു. എന്തെങ്കിലും പറയാനുണ്ടോ മാസ്റ്റേഴ്സ്? ഒന്നുമില്ല. ഇല്ല, സൂപ്പറായി. അല്ലേ ഇപ്പൊ പറഞ്ഞു എന്താണ് മ്യൂസിയത്തിലാണെന്ന് പഴയ ശബ്ദങ്ങളൊക്കെ. എന്റെയൊക്കെ മറ്റേ സീ നിലവറയിലിരിക്കുക. പഴകിയിട്ട് സീനെ തുറക്കൂല, തുറക്കാൻ പറ്റില്ല. ശരി, മറ്റേ ഈ നസീറിന്റെ കോട്ടയം നസീറിന്റെ ജനാർദ്ദൻ ചേട്ടന്റെ ഒക്കെ ശബ്ദം മറ്റേ മോൺസന്റെ ഇതില് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 7 വെറൈറ്റി 3 വെറൈറ്റി. കോട്ടയം നസീറിന്റെ എന്താണ് ജനാർദ്ദൻ, എന്റെ ശങ്കര, പിന്നെ വേറെ എന്താണ് പള്ളിക്കെട്ട്, ജാഫറിന്റെ പള്ളിക്കെട്ട്, പിന്നെ നമ്മുടെ പക്രുവിന്റെ ട്രെയിൻ ഒക്കെ അവിടെ വെച്ച്. അല്ല, പക്രുവിന്റെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം പക്രു ഇവിടെ ഇല്ല. നമ്മൾ ഉള്ള ആൾക്കാരെ മാത്രം പറഞ്ഞു. അതെ, എല്ലാരും മേടിച്ചുള്ള ജോൺസൺ പ്ലാവുങ്കൽ. ശരി, അപ്പൊ പ്രജിത്ത് ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു.